നമുക്ക് ഉച്ചയൂണിനുള്ള കറി ഉണ്ടാക്കിയാലോ? വായോ. അപ്പം മത്തനും പയറും ആട്ടോ ഞാൻ ആദ്യമേ ഉണ്ടാക്കാൻ പോകുന്നത്. മത്തനും പയറും നന്നാക്കി എടുത്തിട്ടുണ്ട്, കഴുകിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പയർ ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് വേവിക്കാം കേട്ടോ. പയർ ആദ്യം വേവിച്ചിട്ട് പിന്നെ അതിനോട്ട് മത്തനും കൂടെ ഇട്ട് ഒരു വിസിലും കൂടെ കേൾപ്പിച്ചാൽ മതി. ഞാനിപ്പം ഒരുമിച്ച് എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരുമിച്ചിട്ട് വേവിക്കുകയാണ്. പയർ ചേർത്തു. പിന്നെ മത്തനിലോട്ട് കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളി, ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഞാൻ ഇത് വേവിക്കാൻ വയ്ക്കുക കേട്ടോ. ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരുമിച്ചിട്ട് വേവിക്കുന്നത്. അതവിടെ നിന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരവിയെടുക്കാം. അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവിയെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ചിരവുകയാണ്. നല്ല കറിയാട്ടോ, നല്ല ടേസ്റ്റാണ്. ജാനിക്കുട്ടിക്കും ശ്രീയേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് മത്തനൊക്കെ എങ്ങനെ വെച്ച് കൊടുത്താലും കഴിക്കാൻ പാടാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുമ്പോഴേക്കും അവർ കഴിച്ചോളും. ജാനിക്കുട്ടിക്ക് ഈ കറി മാത്രം മതി. പിന്നെ തേങ്ങയുടെ കൂടെ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് ജീരകവും കുറച്ച് വെളുത്തുള്ളി ഇത്രയും ചേർത്താട്ടോ ഞാൻ അരപ്പുണ്ടാക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജാറിലേക്ക് നമ്മളെടുത്ത് വെച്ച തേങ്ങയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഇത്രയും ചേർത്തു. ലേശം വെള്ളവും കൂടെ വെച്ച് കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക കേട്ടോ. ഇത്രയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരയണമെന്നൊന്നുമില്ല, എന്നാൽ ഒന്ന് അരയും വേണം. അപ്പം അങ്ങനെ ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മത്തനും പയറും ഒക്കെ വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് അത് ഞാനങ്ങനെ ഉടയ്ക്കും കേട്ടോ. നല്ലപോലെ ഉടച്ച് നല്ലപോലെ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക കേട്ടോ. അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ അരപ്പ് ചേർക്കുക കേട്ടോ. അരച്ച് വെച്ച അരപ്പ് അതിനകത്തോട്ട് ചേർക്കുക. ഈ സമയം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി തിക്കാവണ്ടെന്നാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. പിന്നെ ഒരു പാനിൽ നമുക്കിനി കടുക് താളിക്കാം. കുറച്ച് ഓയിലൊഴിച്ചു. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് കടുക് പൊട്ടിയ ശേഷം നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും പിന്നെ കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളക് ഇത്രയും ഇട്ട് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും. ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ മത്തങ്ങയും പയറും. പിന്നെ നമ്മൾ വേറെ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗ്രീൻ പീസ് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. കുറച്ച് ഉണക്കക്കുഴുവയുണ്ട്, അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കടുക് താളിച്ചിടുവാണ്. എങ്ങനെയുണ്ട് കറി കാണാൻ? സൂപ്പറല്ലേ? നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. മത്തങ്ങ എല്ലാവർക്കും കഴിക്കാൻ മടിയല്ലേ. അപ്പോൾ ഇങ്ങനെ പയറും ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ മിക്കവരും തന്നെ ഉണ്ടാക്കുന്ന കറിയാണ്. എന്നാലും എനിക്കിതൊരു ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ. പിന്നെ ഗ്രീൻ പീസ്, നമുക്ക് ഗ്രീൻ പീസ് ഒരു മെഴുക്ക് പുരട്ടി അല്ലെ ഒലത്ത് പോലെ ഉണ്ടാക്കാം മസാലയൊക്കെ ചേർത്ത്. അപ്പോൾ അതിനായിട്ട് ഗ്രീൻ പീസ് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, സവോള, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ഇനി ഒരു പാനിൽ
നമുക്കതിനുള്ള മസാല ഉണ്ടാക്കാം. കുറച്ച് ഓയിലിട്ട് ആ ഓയിൽ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക്, സവോളയോ ഉള്ളിയോ എന്തെങ്കിലും എടുക്കാം കേട്ടോ. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുകെല്ലാം പൊട്ടി. ഞാൻ ഇച്ചിരി സവോള എടുത്തേക്കുന്ന സവോള കറിവേപ്പിലയും കൂടെ നല്ലപോലെ ഇട്ട് വഴട്ടുക. നല്ല രീതിയിൽ അത് വഴണ്ട് വരട്ടെ. 2-3 വറ്റൽമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ സവോള വരട്ടിയെടുക്കുക. ഈ സമയം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയോ മീറ്റ് മസാലയോ എന്തെങ്കിലും ഇടാം കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി. അപ്പോൾ ഇത്രയും ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടുതലാണെങ്കിൽ നല്ലപോലെ അതവിടെ ഇരുന്ന് പറ്റിയെടുക്കണം കേട്ടോ. വെള്ളം വേണ്ട, നമുക്കൊരു മെഴുക്ക് പുരട്ടി പോലെയല്ലേ. അപ്പോൾ ഈ സമയം കൊണ്ട് അതവിടെ നിന്ന് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഉണക്കക്കൊഴുവ് ഒന്ന് നന്നാക്കി എടുക്കാം. ഇതങ്ങനെ ഇരുന്നോട്ടെ. അതവിടെ ഇരുന്ന് വെള്ളമൊക്കെ പറ്റി നല്ല ഗ്രേവി ആവണം. അപ്പോൾ ഉണക്കക്കൊഴുവ നന്നാക്കുന്നുമുണ്ട്, ഇടയ്ക്ക് ഞാനിവിടെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഈ പരുവം മതി. ഇപ്പോൾ ഒത്തിരി വെള്ളവും ഇല്ല, എന്നാൽ ഡ്രൈ ആയിട്ടും ഇല്ല. കണ്ടോ, ഈ പരുവം മതി. നല്ല ടേസ്റ്റാട്ടോ. ഒരു മസാലക്കറി നമുക്ക് വേണ്ടേ? ചോറിന് മുമ്പ് ഇച്ചിരി ഒരു മസാലക്കറി ഉള്ളത് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ ഞാൻ ആ നേരം കൊണ്ട് കൊഴുവയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും നമ്മൾ നല്ലപോലെ കഴുകണം കേട്ടോ. അതും പൊടിഞ്ഞു പോവാണ്ട് വേണം കഴുകിയെടുക്കാനായിട്ട്. ഇത് ഉപ്പില്ലാത്ത ഉണക്കമീനാട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊഴുവ അതിലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. അതിലോട്ട് ഞാൻ ശകലം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞു ഉപ്പില്ലാത്ത മീനാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച്. ഉപ്പുള്ളതാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഉപ്പിടരുത്. ഇതിൽ ഒരു തരി പോലും ഉപ്പില്ലാത്ത മീനായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ഉള്ളിയോ അല്ലെങ്കിൽ സവോളയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഉള്ളി ഒന്ന് മൂത്ത് കിട്ടട്ടെ. ഈ സമയം കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു, അത് കഴിഞ്ഞു. ഇവിടെ എടുത്ത് വെച്ചതെല്ലാം തീർന്നു പോയായിരുന്നു. പിന്നെയും പോയി ഉള്ളി എടുക്കാൻ മടിയായതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളി നല്ലപോലെ മൂത്ത് വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കണം.
ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം മുളക് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഇട്ടാൽ. കണ്ടോ, ഈ ചൂടിൽ തന്നെ ആ മുളക് പൊടി മൂത്ത് കിട്ടിക്കോളും. എണ്ണയുടെ ചൂടും ചട്ടിയുടെ ചൂടും ഒക്കെ ആകുമ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാട്ടോ ഇത്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറികളിലൊന്നാണ് ഈ ഉണക്കക്കൊഴുവ അല്ലെങ്കിൽ ഉണക്ക ചെമ്മീനൊക്കെ ഇതേപോലെ വറുത്തെടുക്കുന്നത്. കുറച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ മത്തങ്ങയും പയറും റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് ഉലത്തിയത്, ഉണക്കക്കൊഴുവ, ഇത്രയും നമ്മളിപ്പോൾ ഉച്ചയൂണിനുള്ള കറികളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇന്നലെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ, അയല വറ്റിച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഊണിനുള്ളത്. അപ്പോൾ ദേ നമ്മളുണ്ടാക്കിയ മത്തങ്ങയും പയറും ഗ്രീൻ പീസ് ഉലത്തിയതും നമ്മുടെ തലേ ദിവസത്തെ മീൻകറി പറ്റിച്ചത്. മീൻകറി എപ്പോഴും തലേ ദിവസത്തെ മീൻകറി വേണം കേട്ടോ, അത് അടിപൊളിയായിരിക്കും. അപ്പോഴേ ഉണ്ടാക്കി കഴിച്ച ഒരു ടേസ്റ്റ് ഇല്ല. രാത്രിയൊക്കെ ഇപ്പം പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. നല്ല ഉപ്പും പൊടിയൊക്കെ പിടിച്ച് സൂപ്പറായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ഉണക്കക്കൊഴുവ വറുത്തത്. ഒരു അച്ചാറിൻ്റെ കുറവുണ്ടല്ലേ. ഇവിടെ ഞാൻ വീട്ടിൽ തന്നെ ഒരു അച്ചാർ ഇട്ടിട്ടുണ്ട്. നല്ല ഉണക്ക മാങ്ങ ഉണക്കി അച്ചാറിട്ടതാണ്. നല്ല ടേസ്റ്റാട്ടോ.